അടുത്തൊരു പാറക്കുളത്തിൻ്റെ വക്കിൽ ദേ ഈ ചെടി ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണുമ്പം ഞാൻ നോക്കാറുണ്ട്. നിറയെ മഞ്ഞപ്പൂക്കളായിരിക്കും. രാവിലെയാണ് കൂടുതലും, വൈകിട്ടാകുമ്പോൾ വാടിപ്പോവും. ഈ ചെടി മാത്രമല്ല, ഇങ്ങനെ വഴിവക്കിലാണെങ്കിലും നല്ല ഭംഗിയുള്ള ചെടികൾ ഞാൻ നോക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ഈ ചെടി ഞാനൊരു പീസ് പറിച്ചെടുത്തു. ഈ ബാക്കിൽ കാണുന്നതാണ് ഞാൻ പറഞ്ഞ പാറക്കുളം. അങ്ങനെ ഈ ചെടി പറിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വേറൊരാളെ ഞാൻ കാണുന്നത്. ഈ കണ്ട ആളുടെ പേരോ നാളോ ഊരോ ഒന്നും എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി. എന്നാൽ പിന്നെ ഇതും കൂടെ ഓരോ മൂടാവാമല്ലേ. അങ്ങനെ ആ ചെടിയും ഞാൻ പറിച്ചെടുത്തു. കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി. ബൊക്കയിലൊക്കെ വെക്കുന്ന പൂ പോലെ തോന്നുന്നുണ്ട്. ഇതിൻ്റെ പേര് ചോദിച്ചപ്പം പൈപ്പ് പോട്ട് അങ്ങനെയാണ് ഗൂഗിൾ എന്നോട് പറഞ്ഞു തന്നത്. ഇത് വെറ്റ്ലാൻഡ് പ്രദേശങ്ങളിൽ വളരുന്നു എന്നാണ് ഗൂഗിളിൻ്റെ അറിവ്. അങ്ങനെ തന്നെയാണ് തോന്നുന്നു. പാറക്കുളത്തിന് സമീപമാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അവിടെ നല്ല വെള്ളമയമുണ്ട്. ആ ചെടിയും കുറച്ച് പറിച്ചു. അതിന് മുമ്പേ പറിച്ചതും ഈ ചെടിയും എടുത്തുകൊണ്ട് ഇനി വീട്ടിലേക്ക്. നട്ടുവെക്കലാണ് അടുത്ത ദൗത്യം. പുതിയ ചട്ടിയൊന്നും വാങ്ങുന്നില്ല. പൊട്ടിയൊരു ചട്ടി കിട്ടി, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അതുപോലെ കഴുകിയെടുത്തു. പിന്നെ അല്പം ക്രിയേറ്റിവിറ്റി ആവാം, അതിനുവേണ്ടി ഒരു കമ്പി വളച്ചെടുത്ത് ഇതാ ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട്. ആൾക്കാർക്കൊക്കെ ഇപ്പോൾ ഏകദേശമായിട്ട് മനസ്സിലായി കാണും എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന്. ഈ ചെടിയൊക്കെ ഒരേരിയ ഫുൾ നട്ട് നല്ല ലോൺ പോലെ സെറ്റ് ചെയ്ത് അടിപൊളിയായിരിക്കും. പക്ഷേ ഇങ്ങനത്തെ പ്ലാന്റൊക്കെ കൊണ്ടുവന്ന് തറവഴി നട്ട് വെക്കുന്നത് കണ്ടാൽ കാരണവന്മാർ എന്നിട്ട് ചുളിയും. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ചെടി എന്ത് കൊണ്ടുവന്നാലും ചട്ടിയിലേ നടാറുള്ളൂ. അങ്ങനെ ഈ ചട്ടിക്കകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ തീരുമാനിച്ചു. വേറൊന്നും കൊണ്ടല്ല കേട്ടോ, ഇതിങ്ങനെ തറയിലൊക്കെ പടർന്ന് ആ ഏരിയ ഫുള്ളാവും. അത് പിന്നെ മെനകേടാവും. അതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ ഈ രീതിയിൽ സാധനം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കൂടെ കൊണ്ടുവന്ന ആൾ കൂടി ഇരിപ്പിടം ഉണ്ടാക്കണമല്ലോ. അങ്ങനെ വേണ്ട ഈ പാത്രം അതിനെ തിരഞ്ഞെടുത്തു. വെറ്റ്ലാൻഡ് സസ്യമായതുകൊണ്ട് ഇച്ചിരി വെള്ളമയം ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ലായിരിക്കും. അങ്ങനെ തുളയൊന്നും ഇല്ലാത്തൊരു ചട്ടിയിലാണ് നടുന്നത്. പിടിക്കുമോ ഒന്നും അറിഞ്ഞൂടാ. ഇതെങ്ങനെ നടണ്ടേന്നും അറിയില്ല. അതിനൊരു ഗാർഡൻ പ്ലാന്റ് അല്ലല്ലോ. എന്തായാലും ഇത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ചേട്ടൻ്റെ മോളാണ് ഇതൊക്കെ സെറ്റ് ചെയ്ത് തരുന്നത് കേട്ടോ. അങ്ങനെ അവളിതൊക്കെ നല്ല ഓർഡറായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് നട്ടു വന്നിട്ടുണ്ട്. അങ്ങനെ കൊണ്ടുവന്ന 2 ചെടി നമ്മൾ സെറ്റ് ചെയ്തു. ഇനി ഇതൊക്കെ ഇരിക്കാൻ ഒരു ഇരിപ്പിടം കൂടെ ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ നോക്കുമ്പോൾ ജനലിൻ്റെ ഈ ഭാഗം ഇങ്ങനെ കിടക്കുന്നു. എന്നാൽ പിന്നെ ഒരു മേക്ക് ഓവറും കൂടെ ആവാം. അങ്ങനെ ഈ ഭാഗത്തെ ഈ സാധനങ്ങളൊക്കെ മാറ്റി പിന്നെ ഇവിടുത്തെ അഴുക്കൊക്കെ ഒന്ന് തൂത്ത് കളഞ്ഞ് അവിടെ ഇതെല്ലാം അറേഞ്ച് ചെയ്ത് ഞങ്ങൾ തീരുമാനിച്ചു. ഇത്തവണ എൻ്റെ കൂടെ എല്ലാത്തിനും കൂട്ടായിട്ട് ഇവളുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ ഇവിടെ എല്ലാം വൃത്തിയാക്കി ഞങ്ങൾ ചെയ്ത ഈ പ്ലാന്റുകളെല്ലാം. പിന്നെ ഇന്നലത്തെ ഫിലോഡൻഡ്രോണും ഉണ്ടാക്കി കൂട്ടത്തിൽ 4 പേരെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചു.